കാണുന്ന വീടിന്റെ മേലേക്ക് നോക്കിയാൽ മീനിന്റെ മുള്ളു പോൽ കാണുന്ന സൂത്രമാ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ അവാർഡിന് പ്രശസ്ത ബഹുമുഖ പ്രതിഭ ശ്രീ സന്തോഷ് പണ്ഡിറ്റ് അർഹനായി. ഇതുപോലുള്ള സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അഭിനയിച്ച് കേരളത്തിൽ റിലീസ് ചെയ്തതിനുള്ള ചങ്കൂറ്റത്തിനാണ് ഈ അവാർഡ്. ഇന്നലെ രാത്രി കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ പരസ്പരം വെടിവെപ്പുണ്ടായി. കാശ്മീർ അതിർത്തിയിൽ നിന്നും ഞങ്ങളുടെ ലേഖകൻ സുരേഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. സുരേഷ് കുമാർ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഷാനി, ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ത്യ പാക് അതിർത്തിയിലെ യുദ്ധഭൂമിയിലാണ്. ഓക്കെ, നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഇന്ത്യ പാക് യുദ്ധത്തെ കുറിച്ചുള്ള പ്രധാന ചർച്ചകൾ ഇപ്പോൾ ഡൽഹിയിലെ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ ലേഖകൻ ശശികുമാർ ഇപ്പോൾ ലൈനിലുണ്ട്. ശശികുമാർ, ഡൽഹിയിൽ ഇപ്പൊ എന്തൊക്കെയാണ് ചർച്ചകൾ? ഒന്ന് വിശദീകരിക്കാമോ? ഷാനി, ഇന്ത്യ പാക് പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാക് അതിർത്തി തർക്കത്തെക്കുറിച്ച് എന്താണ് അവിടെ ചർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ഇന്ത്യ പാക് അതിർത്തി പ്രശ്നത്തെക്കുറിച്ചുള്ള പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് ആരൊക്കെയാണ് അവിടെ പങ്കെടുക്കുന്നത്? ഷാനി, പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് ജമ്മു കാശ്മീർ അതിർത്തി തർക്കം തന്നെ ആയിരിക്കുമോ ഒരു പ്രധാന വിഷയം ഇവിടെ? കേരളത്തിലെ എന്നല്ല, ഭാരതത്തിലെ ജനങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വളരെ വളരെ ആകാംക്ഷയോടെ നാളുകളായി കാത്തിരിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമാവുമോ ഈ ചർച്ച? ഷാനി, അനുകൂലമായ ഒരു മറുപടി ആയിരിക്കണം. ഈ ചർച്ചയോടുകൂടി ഏതായാലും ഈ പ്രശ്നത്തിന് ഒരു അന്തിമ തീരുമാനമാവുമോ? ഈ ചർച്ചയോടുകൂടി പ്രശ്നത്തിന് ഒരു അന്തിമ തീരുമാനമാകാൻ വിശദവിവരങ്ങൾ നിങ്ങൾ അറിയിച്ചാൽ മാത്രമേ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. എന്താണെന്ന് വിശദമായിട്ട് പറയൂ ശശികുമാർ. ഷാനി, ഇവിടെ ചർച്ച നടക്കുന്നില്ല, ഒരു കോപ്പ് നടക്കുന്നില്ല. ഇന്ത്യ പാക് തർക്കത്തെ കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങൾ ഇപ്പോൾ ശശികുമാറിൽ നിന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. കാശ്മീരിൽ നിന്നും സുരേഷ് വീണ്ടും നമ്മുടെ ലൈനിലുണ്ട്. സുരേഷ്, സുരേഷ്, നീ ഇപ്പൊ കാശ്മീരിലല്ലേ? ശശികുമാരൻ, നീ ഇപ്പൊ ഡൽഹിയിലാണ്. ക്ഷമിക്കണം, വാർത്തകൾ ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.